കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് മുതൽ ഓലയിൽക്കടവ് വരെ പണി പൂർത്തിയായ മേൽപ്പാലം സ്കൂൾ കലോത്സവത്തിന് എത്തുന്നവർക്ക് വേണ്ടി തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനുവരി 4 മുതൽ കൊല്ലം നഗരത്തിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തുന്നവർ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയാതിരിക്കാനായി പാലം താൽക്കാലികമായെങ്കിലും തുറന്നുകൊടുക്കണമെന്നാണ് ആവശ്യം. എന്നാൽ ഇപ്പോൾ പാലം തുറക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്നാണ് M. മുകേഷ് MLA പറഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ അടച്ചിട്ട പാലം തുറന്നു കൊടുക്കുകയാണെങ്കിൽ കലോത്സവത്തിനെത്തുന്ന കുറേ പേർക്കെങ്കിലും വാഹനങ്ങൾ പ്രധാന റോഡിൽ പ്രവേശിക്കാതെയും തിരക്കിൽപ്പെടാതെയും യാത്ര സാധ്യമാകും. നഗരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള തിരക്കും ഗതാഗതക്കുരുക്കും കുറച്ചെങ്കിലും കുറയ്ക്കാൻ പാലം തുറന്നു കൊടുക്കുന്നതിലൂടെ കഴിയും. എന്നാൽ ഓലയിൽക്കടവ് മുതൽ തോപ്പിൽക്കടവ് വരെയുള്ള അടുത്ത ഘട്ട നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ പാലം തുറക്കുകയുള്ളൂ എന്നാണ് MLA നൽകുന്ന വിശദീകരണം. പണി പൂർത്തിയായ KSRTC സ്റ്റാൻഡ് മുതൽ ഓലയിൽക്കടവ് വരെയുള്ള ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെക്കാലമായിട്ടും യാത്രക്കാർക്കായി തുറന്നു കൊടുക്കാത്തതിനാൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമാണുള്ളത്. ഇപ്പോൾ സാമൂഹ്യവിരുദ്ധർക്കും മദ്യപന്മാർക്കുമുള്ള സുരക്ഷിത താവളമായി മാറിക്കഴിഞ്ഞു ഇവിടം. മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി പാലത്തിൽ കൊണ്ടുവന്ന് കായലിലേക്ക് തള്ളുന്നവരുടെ എണ്ണവും കുറവല്ല. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം ഉത്തരവാദപ്പെട്ടവർക്ക് ഇല്ലാതെ പോയാൽ ഇതുപോലെ പലതും ഇനിയും ജനങ്ങൾ സഹിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പവനേറുന്ന തങ്കമാണു നീ, Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.